അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോ, ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ സാധനം? ഈ സാധനമൊക്കെ എവിടുന്ന് കിട്ടിയതാ? ഇതൊക്കെ നമ്മളിങ്ങനെ ചെക്കന്മാരെ താല്പര്യത്തിന് എടുത്തുകൊണ്ടിരണം. അല്ല ഇതിനും ആളുകൾ ചെക്കന്മാർക്കാണ് താല്പര്യം അതെ കളിപ്പിക്കാനൊക്കെ. ഇത് സംബന്ധിച്ചല്ലേ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്തുകാണ്ട് നല്ല മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വണ്ടി പൈസ ചെലവാക്കിയ നല്ലൊരു വണ്ടി അല്ലേ? ഓക്കെ. ഇത് ഡീസലോ പെട്രോളാ? ഇത് പെട്രോൾ വണ്ടിയാ. പെട്രോൾ വണ്ടി. ചില്ലറ പൈസക്ക് കാറുകൾ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതുമല്ലാതെ നിങ്ങൾ ലോറിയോ ബസ്സോ ജീപ്പോ സ്കൂട്ടറോ എന്തുകൊണ്ടെന്നാലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയുള്ള വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആൾട്ടോ 800 എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് 7 സീറ്റ് വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. അതുമല്ലാതെ ഈ റൂട്ടിലൊക്കെ സെയിൽസിന് പറ്റിയ വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. മാരുതിന്റെ ഈക്കോ ഉണ്ട്, ടാറ്റന്റെ വെഞ്ചർ ഉണ്ട്. ചെറുവണ്ടികളാണ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. 40,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. മോഡൽ കുറഞ്ഞ വാഹനങ്ങളാണ്. എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇവിടെ നിന്നല്ല, ഏത് ഷോറൂമിൽ നിന്നാണെങ്കിലും വണ്ടികൾ നല്ലോണം നോക്കാം. ഓക്കെ. എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് ഇവിടുത്തെ മാനേജറാണ്. ആള് ചെറുതാണെങ്കിലും കച്ചവടത്തിൽ കൊല കൊമ്പനാണ് അല്ല? ഫുഹാദ് എന്തൊക്കെയുണ്ട്? സുഖം. മാക്സിമം എത്ര വണ്ടികളുണ്ട്? നമ്മളിവിടെ 40ഓളം വണ്ടികൾ വരുന്നുണ്ട്. 40ഓളം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടല്ലേ? സ്റ്റോക്ക് ഉണ്ട്. എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട്? നമ്മളിവിടെ 45 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാം ചില്ലറ പൈസന്റെ കാറുകൾ, പൈസന്റെ വണ്ടികള്. മോഡല് കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് കുറഞ്ഞതുണ്ട് അല്ല? പിന്നെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ക്വാളിറ്റിയും കാര്യങ്ങളുള്ള വണ്ടികൾ ഇപ്പുറത്തുണ്ട്. പറഞ്ഞു കൊടുക്കൂല്ലേ? അല്ല, ആളുകൾ വിളിച്ചാല് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ സെക്കൻഡ് വണ്ടികളല്ലേ, പിന്നെ മോഡൽ കുറഞ്ഞ വണ്ടികളാകുമ്പോ അതിന്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ഇത് ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് നമ്മളെ തിരുവന്ന് വരുന്നവർക്കാണെങ്കിൽ മൂച്ചിക്കല് കഴിഞ്ഞിട്ട് വലിയപാടം നടന്ന സ്ഥലത്ത്. ഓക്കെ. ഇനിയിപ്പോ പരപ്പനങ്ങാടിന്നാണ് വരണമെങ്കിൽ പരപ്പനങ്ങാടി കഴിഞ്ഞ് താനൂര് കഴിഞ്ഞിട്ട് വട്ടത്താണി കഴിഞ്ഞ് വലിയപാടം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ. ആദ്യമായിട്ട് മഹീന്ദ്രന്റെ സ്കോർപിയോയിൽ തന്നെ തുടങ്ങല്ലേ? ഒരു കരിമ്പുലിയാണ് അല്ലേ? കരിമ്പുലി. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? മോഡലൊക്കെ ഇത് 2005 DI ടർബോ ആണ്. 2005 DI ടർബോ. പേപ്പർ എത്ര വരെ ഉണ്ട്? പേപ്പർ 27 വരെ പേപ്പർ ഉണ്ട്. 27 വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ. വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാ. എക്സ്ട്രാ ഗേറ്റ് ചെയ്താണ്. പിന്നെ വേറെ എന്തൊക്കെയാ കയറ്റിക്കണേ? വേറെ ടോപ്പ് ലൈറ്റ് കയറ്റി. പറഞ്ഞോ എക്സ്ട്രാ ഫിറ്റ് ഒക്കെ എന്തൊക്കെ കയറി എന്നൊക്കെ പറഞ്ഞു കൊടുത്തേ. 4 അലൈവിയില് ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് അല്ല? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരേ ഒരു ഓണറാണ് വണ്ടി തന്നെ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. വേറെ തട്ടുമുട്ടൊന്നുമില്ലല്ലോ? തട്ടുമുട്ടൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അല്ല? ഒന്നുമില്ല. റീപ്ലേസ് ഉണ്ടോ? ഇല്ല ഒന്നുമില്ല. ഇത് എത്രയാണ് ആസ്കിനെ? ഇത് 2 രൂപ ചോദിക്കണ്ടേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചു കൊടുക്കല്ലേ? ഓട്ടൊക്കെ എത്ര ഉണ്ടാവും ഏകദേശം? ഓട്ടം 1 സംതിങ് ഉണ്ട്. ഉണ്ടല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല. റീസെന്റ് കണ്ടീഷൻ ആണ്. ഓൾറെഡി വർക്ക് എടുത്ത വണ്ടിയാണ്. ഇനി വർക്ക് എടുക്കാനൊന്നും ഇല്ല. ഓക്കെ. ഇവിടെ നമുക്ക് ഹൂണ്ടൈന്റെ എക്സെന്റ് ഈ രണ്ടും അതന്നെയല്ലേ വണ്ടി? ഒരേ വണ്ടിയാണ്. ഒരു ഉമ്മപ്പറ്റ മക്കളെ പോലത്തെ രണ്ടും ഡീസലാണ്. രണ്ടും ഡീസൽ. ഒരു മാരുതിന്റെ ഡിസയർ പോലത്തെ വാഹനം അല്ല? ഡിസയർ പോലത്തെ വാഹനം. ഡീസലില് അത്യാവശ്യം 20 കിലോമീറ്റർ മൈലേജും കിട്ടും. 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് ആദ്യം ഇതിന്റെ പറഞ്ഞു കൊടുക്കാം. ഇത് എത്രയായിരുന്നു മോഡല്? ഇത് 2016 വണ്ടിയാ. 16 വണ്ടി അല്ലേ? ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം 120 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ് ആണ്. അത് ആരെങ്കിലും വിളിച്ചാൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. വേറെ പ്രശ്നങ്ങളും ഇല്ല വണ്ടി? പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഡീസലില് അത്യാവശ്യം മൈലേജ് അതല്ലാതെ ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? ഇത് ഓപ്ഷന് മിഡിൽ ഓപ്ഷനാ. ഇതില് സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നല്ല കിരുമത്തിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി സെറ്റ് കാര്യങ്ങള്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ. പവർ വിൻഡോ വരുന്നില്ല. ബേസ് മോഡലാണ്. എത്ര ഇത് ആസ്കിനെ? ഇത് ആസ്കിങ് നമ്മള് 3 രൂപ ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ കുറച്ചു തരാം. കുറച്ചു കൊടുക്കല്ലേ? 3 രൂപ ചോദിക്കണ്ട്. 2016 വണ്ടി. 16 വണ്ടിയാണ്. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു?
ഇത് 2016 വണ്ടിയാണ്. ഇതും അതേ സെയിം തന്നെ 16 വണ്ടി തന്നെ. എത്ര ഓട്ടോ ഉണ്ട് ഇത്? ഇത് 1 സംതിങ് ഓട്ടം ഉണ്ട്. 1 സംതിങ് ഓട്ടോ ഉണ്ട്. പിന്നെ റീപ്ലേസ് കാര്യങ്ങള് റീപ്ലേസും കാര്യങ്ങളും മേജർ ആയിട്ടൊന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ കയറിക്കണോ? ഓണർഷിപ്പ് സെക്കൻഡ് തേർഡോ ആണ്. നമ്മൾ എന്തായാലും ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കല. ഓക്കെ, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക് ഒക്കെ ഫുള്ളാണല്ലേ? ഫുൾ ഫിറ്റ് ആണ്. ഇത് എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമ്മള് 360 ചോദിക്കുന്നത്, ഇതിലൊക്കെ കുറച്ച് കൊടുക്കാം. ഇത് 360 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കാം. നേരത്തെ കാണിച്ചത് 3 രൂപ. ഓക്കെ, ഇത് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നതാണ്. ഇത് മിഡിൽ ഓപ്ഷൻ. നേരത്തെ കാണിച്ച ബേസ് മോഡൽ പണ്ടത്തെ പേര് കേട്ട ഒരു വാഹനമാണ്. ഒരു പ്രീമിയം സെറ്റപ്പ് ഉള്ള വണ്ടി. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2007 വണ്ടിയാ. 2007 വണ്ടി അല്ലേ? പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ 27 വരെ ഉണ്ട്. 27 വരെ പേപ്പർ ഉണ്ട്. വേറെ മെക്കാനിക് ഒക്കെ എന്തുപാട്? മെക്കാനിക് ഒക്കെ ഫുള്ളാണല്ലേ? വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും. എത്ര ആസ്ക് ചെയ്യണേ? നമ്മള് 140 ചോദിക്കണം. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. അത്യാവശ്യം മൈലേജ് എത്ര കിട്ടും? മൈലേജ് കിട്ടുന്ന വണ്ടിയാ. 20 കിലോമീറ്റർ ഒക്കെ മൈലേജ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടൂല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാര് വന്ന് നോക്കോട്ടോ. ഇവിടെ ഒരു സ്കോഡന്റെ ലോറ, അതും ഓട്ടോമാറ്റിക് വണ്ടിയില്ല, ഡീസൽ സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. നല്ല പ്രീമിയം സെറ്റപ്പ് ഉള്ള പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാ. അതെ, അത് കൊടുക്കുന്നത് ആൾട്ടോക്കാരന്റെ പൈസ. ഓക്കെ, ഇത് മോഡൽ എത്രയായിരുന്നു? ഇത് 2008 വണ്ടി അല്ലേ? പേപ്പർ 28 വരെ ഉണ്ടാവും. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഒന്നുമില്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. വേറെ പ്രശ്നങ്ങൾ മെക്കാനിക് ഒക്കെ ഫുള്ളാണ് അല്ലേ? ഓക്കെ, സൺറൂഫ് ഉണ്ട് കേട്ടോ. സൺറൂഫ് ഉള്ള വണ്ടിയാണ്. അതായത് ചെറിയ ബഡ്ജറ്റിലൊക്കെ ഈ സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ വന്ന് നോക്കും. ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്, അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് 2.25 കൊടുക്കാം. 2.25 കൊടുക്കല്ലേ? അതിലെന്തായാലും നമ്മള് കുറച്ചും കൊടുക്കാം. അപ്പൊ ആവശ്യക്കാര് വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഹൂണ്ടൈന്റെ ഇയോൺ കാണിച്ചു കൊടുക്കാം. എങ്ങനെയായിരുന്നു? ഇത് 2012 വണ്ടി. 27 വരെ പേപ്പർ ഉണ്ട്. എ സി ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പവർ വിൻഡോ വരുന്നുണ്ടോ? പവർ വിൻഡോ ഇല്ല. ഇറയാണ് ഓപ്ഷൻ വരുന്നത്. ഏതായിരുന്നു? ഇറ ഓപ്ഷനാ. ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഇടിയും കുത്തൊന്നും ഇല്ലല്ലോ ബ്രോ? ഇടിയും കുത്തൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മള് 1.25 ചോദിക്കണ്ട. അതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. 1.25 ചോദിക്കുന്നുണ്ട്, വില കുറച്ച് കൊടുക്കൂല? നല്ല കിതുമത്തിന്റെ ഒരു സാൻഡ്രോ കാർ അല്ലേ? നല്ല വൃത്തിയുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു ബ്രോ ഇത്? ഇത് 2011 മോഡൽ 12 രജിസ്റ്റർ 12 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എ സി ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ 2 ഡോർ പവർ വിൻഡോയും വരുന്നുണ്ട്. ഒരു ടെൻഷനും വേണ്ട അല്ലെ? വണ്ടി എന്ത് പാട്? ഇത് വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇടിയും കുത്തും മേജർ ആയിട്ടൊന്നുമില്ല. മൈനറേ ഉണ്ടാവുള്ളൂ, മേജർ തട്ടുമുട്ടൊന്നുമില്ല. ഈ ഡോർ ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല. ബോണറ്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നല്ല പക്ക വണ്ടിയല്ലേ? എത്ര ഓടിയിട്ടുണ്ട്? പക്ക വണ്ടി. ഇത് 1 സംതിങ് ഓട്ടുണ്ട്. 1 ചില്ലറ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ എത്ര ആയിട്ടുണ്ടാവും ഏകദേശം? ഒരു 3rd or 4th. പഴയ വണ്ടിയല്ലോ, ഓണർഷിപ്പ് ഒക്കെ കേറിയിട്ടുണ്ടാവും. വേറെ വണ്ടിമേ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇത് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ 1.25 രൂപ ചോദിക്കണം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. നല്ല കിണ്ണം പോലത്തെ ഒരു നാനോ കാറാണല്ലോ. നല്ല വൃത്തിയുണ്ട് വണ്ടി. നല്ല അടിപൊളി കളറാണ് വരുന്നത്. നാനോ കാർ ഇവിടെ കുറെ പീസ് ഉണ്ടല്ലേ? ഇവിടെ ഒരു ബ്ലൂ വണ്ടി ഇപ്പൊ പുതിയ കയറിയതാണ്. വേറെ യെല്ലോ ഉണ്ട്, പിന്നെ സിൽവർ ഉണ്ട്. നാനോ കാർ ആരും നോക്കുന്നുണ്ടെങ്കിലേ വീഡിയോ സ്കിപ്പ് ആക്കണ്ട കേട്ടോ. കുറെ വണ്ടികളുണ്ട്. പിന്നെ ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2017 വണ്ടി. 17 വണ്ടിയാണ്. ഡിക്കുള്ള വണ്ടി അല്ല? ഡിക്ക് ഓപ്പൺ വരുന്ന വണ്ടി. ട്വിസ്റ്റ് ആണ്. അതായത് എക്സ്ടി ഓപ്ഷൻ പിന്നെ എക്സ്ടി. ഇത് മോഡൽ എത്രയായിരുന്നു? ഇത് 2016 വണ്ടി. 16 വണ്ടി. എ സി ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. 2 ഡോർ പവർ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി? മാനുവൽ ഉണ്ട് അല്ല? ഓക്കെ, 16 വണ്ടി. എക്സ്ടി ആണ് ഓപ്ഷൻ വരുന്നത്. വേറെ ഇടിയും കുത്തൊന്നുമില്ല. ഓട്ടോ 32,000 ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. വെറും 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ തന്നെ? ഓക്കെ, നല്ല കിണ്ണം പോലത്തെ വണ്ടിയല്ല? കിണ്ണം പോലത്തെ വണ്ടി. എത്ര കൊടുക്കത് ബ്രോ?
ഇത് നമുക്ക് 1.40 ചോദിക്കണ്ട എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. കുറച്ചു കൊടുക്കാം. 2016 17 രജിസ്റ്റർ 17 രജിസ്റ്റർ ഉള്ള ഒരു മാനുവൽ വണ്ടി. മാനുവൽ വണ്ടി 1.40 ചോദിക്കണ്ട നമ്മൾ എന്തായാലും കുറച്ച് കൊടുക്കും. ഓക്കെ. ഇന്റീരിയർ ഭാഗത്ത് നോക്കിക്കോ. അപ്പൊ വേറെ ഇടികുത്തൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു ഡീസൽ വണ്ടി അല്ല? ഡീസൽ വണ്ടി, അതും ടാറ്റന്റെ ഇൻഡിക വിസ്റ്റ. സ്വിഫ്റ്റ് എഞ്ചിൻ വരുന്ന ഒരു വാഹനം കൂടിയാണ്. എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡല്? ഇത് 2010 വണ്ടി. 10 വണ്ടി. പുതിയ പേപ്പർ എടുത്ത വണ്ടി എടുത്തുക്കണ് ഓൾറെഡി. ടെൻഷൻ വേണ്ട. വേറെ ഇടിയും കുത്തൊന്നുമില്ല. ഡീസലാണ്. അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഇന്ന് ഇല്ലാന്നാ പറയുന്നത്. അപ്പൊ ആവശ്യക്കാർ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇത് ബ്രോ എത്ര കൊടുക്കാം ബ്രോ? നമ്മള് 1.10 ചോദിക്കണ്ട, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. 1.10 ചോദിക്കണ്ടല്ലേ? 2010 പേപ്പർ എടുത്ത വണ്ടി, 30 വരെ എല്ലാ പേപ്പേഴ്സും ഉള്ള വണ്ടി. അതെ. അപ്പൊ ആവശ്യക്കാര് വിളിച്ചോട്ടല്ലേ? നാനോ കാർ. ഇത് മോഡൽ കുറഞ്ഞ 2014 മോഡല്. 14 വണ്ടിയാണ്. ഓക്കെ. എന്ത് പാട് വണ്ടി? ഇത് വണ്ടി എഞ്ചിനും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പക്കാണല്ലേ? പക്കാണ്. 15 വണ്ടി അല്ല, സോറി 14 വണ്ടി. പിന്നെ വേറെ റീപ്ലേസ് ഇടിമുത്തൊന്നുമില്ല. ഇതൊക്കെ എത്ര ഓടിണ്ടാവും? എത്ര ഓട്ടം ഉണ്ടാവും? ഇത് 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഇത് സാധാ എസിയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി അല്ല? ഇതില് പവർ സ്റ്റിയറിംഗ് വണ്ടി. എസി ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഇല്ല. പിന്നെ 2 ഡോർ പവർ വിൻഡോ വരും. 2 ഡോർ പവർ വിൻഡോ വരും. വേറെ ഇടിയും കുത്തൊന്നുമില്ല. ഇത് എത്ര കൊടുക്കാൻ പറ്റുമോ? നമ്മൾ 55 രൂപ ചോദിക്കണ്ട, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. 55 ചോദിക്കുന്നുണ്ട് അല്ലേ? 2014 വണ്ടി. ഓക്കെ. ആവശ്യക്കാർ വന്ന് നോക്കിക്കോ. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പാർക്ക്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അല്ലേ? വൃത്തിയുള്ള വണ്ടി. നിങ്ങൾ വർക്ക് എടുത്ത വണ്ടിയാ? അല്ല, ഇത് നമുക്ക് പാർട്ടി വരുമ്പോ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു തന്നെ. ഓ, അപ്പൊ നല്ല നീറ്റിലെ കൊണ്ടു നടന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും വണ്ടി കാണാൻ വൃത്തിയുണ്ട്. പിന്നെ എത്ര മോഡലാ ഇത് വണ്ടി? ഇത് 2011 മോഡല്. 11 വണ്ടി. പേപ്പർ എടുത്തുക്കണോ? പേപ്പർ ആയിട്ടില്ല, ഒരു 3-4 മാസം ടൈം ഉണ്ട് അല്ല? എസിയും പവർ സ്റ്റിയറിംഗും വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗും. വേറെ പവർ ഇതിൽ പവർ വിൻഡോ പവറിന്റെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് മിഡിൽ ഓപ്ഷനാ? കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് 90 രൂപ ചോദിക്കണ്ട, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. 90,000 ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊടുക്കാം അല്ലേ? ഓക്കെ. ഇവിടെ നല്ല കിടുക്കാച്ചി നാനോ, അതും സിംഗിൾ ഓണർ വണ്ടി അല്ല? ഒരു ടെൻഷനും വേണ്ട. നല്ല അടിപൊളി കളറാണ്, കാണാൻ തന്നെ നല്ല വൃത്തിയുള്ള 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്രയായിരുന്നു? 70,000 കിലോമീറ്റർ. വേറെ ഇടിയും കുത്തൊന്നും ഇല്ലാത്ത വണ്ടിയാ. നല്ല വൃത്തിയുള്ള വണ്ടി. ഓക്കെ. ഇത് മോഡൽ എത്രയായിരുന്നു? ഇത് 2016 മോഡൽ 17 രജിസ്റ്റർ വരുന്ന വണ്ടിയാണ്. 17 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഡിക്കിലെ ടൈപ്പ് ആണ് അല്ലേ? ഡിക്കി ടൈപ്പ്. ടിസ്റ്റ് ആണ്. പിന്നെ എക്സ്റ്റി ആണ് ഓപ്ഷൻ. പിന്നെ എസി ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് എസി കയറുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമ്മൾ 1.30 ചോദിക്കണം, എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊടുക്കാം അല്ലെ? 1.30 ആസ്ക് ചെയ്യുന്നത്. ഇത് മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി. ഓക്കെ. എസി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? ഫില്ല് ചെയ്യാണ്ട്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോട്ടല്ലേ? ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു ഡീസൽ വണ്ടി. മാരുതിന്റെ SX4 ആണ്. ഒരു സെഡാൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി. പിന്നെ ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജും കിട്ടും. എത്ര മോഡലാണ് ഇത്? 2013 മോഡൽ 14 രജിസ്റ്റർ വരുന്നുണ്ട്. 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി. കേരള വണ്ടി അല്ലേ ഇത്? ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. അല്ല, ഇതുപോലത്തെ വണ്ടികൾ വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ഇത് വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം കാര്യങ്ങൾ 1 സംതിങ് ഓട്ടം ഉണ്ട്. 1 സംതിങ് ഓട്ടം ഉണ്ടല്ലേ? ഇടിയും കുത്താൻ പറ്റുണ്ടോ? ഇടിയും കുത്തും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തൊക്കെ അടിപൊളിയാണ്. നല്ല കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ കമ്പനി സെറ്റ് കാര്യങ്ങൾ, എസി, 4 ഡോർ പവർ വിൻഡോ, എല്ലാ സെറ്റപ്പ് വരുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കുക ഇത്? നമ്മള് 3 രൂപ ചോദിക്കണം, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കല. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ. ഇത് 2017 മോഡൽ വണ്ടി. 17 മോഡലാണ്. ഓപ്ഷൻ തന്നെ LXi ആണ്. എസി, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അതുപോലെ തന്നെ ഓട്ടം കാര്യങ്ങളൊക്കെ എത്രയുണ്ട്? ഓട്ടം കാര്യങ്ങളും 1ന്റെ അടുത്ത് ഓട്ടം ഉണ്ട്.
ഏകദേശം 1,00,000 അടുത്ത് ഓട്ടം ഉണ്ടല്ലേ? ആ വണ്ടി എന്തെങ്കിലും ഇടിയും കുത്താൻ പറ്റും? ഇടിയും കുത്ത് മേജർ ആയിട്ടൊന്നുമില്ല. മേജർ ഒന്നുമില്ല അല്ല. വേറെ മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്? മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് ഒക്കെ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എസിന്റെ നമ്മൾ പറഞ്ഞിരിക്കണല്ലോ. എത്ര ആസ്കൈന? ഇത് 2.4 ചോദിക്കണ്ട, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 2.4 17 മോഡലാണ്. 2.4 ചോദിച്ചിട്ടുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് ഫുൾ ചെക്ക് ചെയ്ത് റേറ്റ് കുറവുണ്ട്. മാർക്കറ്റ് വില കുറച്ച്. അല്ല 17 വണ്ടി 2.4 അങ്ങനെ മാർക്കറ്റിൽ എവിടെ കിട്ടൂല. മാർക്കറ്റിൽ കിട്ടാത്ത വണ്ടിയാണ്. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങള് ചെക്ക് ചെയ്ത് നോക്കട്ടെ അല്ലെ? എല്ലാവർക്കും വണ്ടി എടുക്കുന്ന ആൾക്കൊക്കെ തൃപ്തി ആവട്ടെ. നല്ല വണ്ടി മാത്രം. അതെ, നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് നല്ല വണ്ടി മാത്രം കൊടുത്താൽ മതി. പറഞ്ഞിട്ടേ കൊടുത്താൽ മതി പ്രശ്നങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ഹ്യൂണ്ടായിന്റെ ഇയോൺ കാണിച്ചു കൊടുക്കല്ലേ? ഇയോൺ 2014 വണ്ടി. 14 വണ്ടി. ഓക്കെ, ഒരു നല്ല അടിപൊളി കളർ, ഒരു ബിസ്ക്കറ്റ് കളർ വന്നിട്ടുള്ള ഒരു കളർ. വേറെ ഇടിയും കുത്തൊന്നുമില്ല? ഇടിയും കുത്തൊന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ടോ ഏകദേശം? ഇത് 99,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുണ്ടാവും അല്ലെ? പിന്നെ ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4th ഓണർ ആണ്. 4th അല്ലേ? മാക്സിമം ഫിനാൻസും ചെയ്തു. മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ അതും മോഡൽ എത്ര വരുന്നത്? 2014 വണ്ടിയാണ്. 14 വണ്ടി. എറ പ്ലസ് ആണ് വരുന്നത്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഇന്റീരിയർ ഭാഗത്ത് നല്ല കിതുമത്തിന്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. എടുക്കുന്ന ആൾക്ക് കണ്ണ് ചിമ്മിയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇല്ല, വേറെ പ്രശ്നങ്ങളില്ല. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അല്ല, നമ്മൾ പറയുമ്പോ അതിനനുസരിച്ച് വണ്ടി ആയിരിക്കണം, അതാണ്. അപ്പൊ ഇത് എത്രയാണ് ആസ്ക് ചെയ്യണേ? ഇത് നമ്മള് 1.5 രൂപ ചോദിക്കണ. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 1.5 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ? ഈ റൂട്ടിൽ സെയിൽസിനൊക്കെ പറ്റിയൊരു വാഹനം, അതുപോലെ തന്നെ ഈ സ്കൂൾ ട്രിപ്പിനൊക്കെ പറ്റൂല്ലേ? മാരുതിന്റെ ഈക്കോ ആണ്. അതും 5 സീറ്റ് AC ആയത്. 7 സീറ്റ് AC വണ്ടി. 7 സീറ്റ് AC വണ്ടി തന്നെ. ഇതിപ്പോ നിലവിൽ പെട്രോൾ പെട്രോളാണ് ഓർഡർ. നല്ല വൃത്തിയുള്ള ഒരു വാഹനം. ഓക്കെ, ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ എത്രയായിരുന്നു മോഡല്? ഇത് 2017 വണ്ടിയാ. 17 മോഡലാണ്. ഓക്കെ, ഓട്ടം എത്ര ഉണ്ടാവും? ഓട്ടം 1ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. വേറെ ഇടിയും കുത്തൊന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ കയറിയിട്ടുണ്ടാവോ? ഓണർഷിപ്പ് സെക്കൻഡ് ആവും. സെക്കൻഡ് ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? 7 സീറ്റ് AC വണ്ടിയാണ്. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് 3.4 രൂപ ചോദിക്കണം. നമ്മൾ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. 3.4 ചോദിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൊടുക്കും. 17 വണ്ടിയാണ്. ഒരു സ്കൂട്ടറിൽ പോകുന്ന ഫാമിലിക്ക് സ്കൂട്ടറിന്റെ അതേ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ 2 കാറുകൾ. വാഗനർ ആണ്, അതും പുതിയ വണ്ടിന്റെ അല്ല കേട്ടോ. സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന പൈസക്കാണ് ഈ വണ്ടികൾ എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കല്ലേ, ഈ ബിസ്ക്കറ്റ് കളർ വന്നിട്ടുള്ള വാഗനർ. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2005 മോഡല്, 2030 വരെ പേപ്പറിലുള്ള വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർ ആണ് വണ്ടി. ഒറ്റ യൂസ്, ഒരേ ഒരു ഓണർ. ഇതുവരെ ഒരു ടെൻഷനും വേണ്ട. മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് ഒക്കെ ഫുള്ളാം. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മേലെ വുഡ് അടക്കം ചെയ്ത വണ്ടിയാ. അതെ, ഇത് വർക്ക് എടുത്ത വണ്ടിയാണോ? വർക്ക് എടുത്ത വണ്ടിയാ. അപ്പൊ എടുക്കുന്ന ആൾക്കാരെ ഒന്നും നോക്കാനില്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് 80 രൂപ കൊടുക്കാം. വെറും 80,000 രൂപക്ക് ഒരു വാഗനർ. 2 ഡോർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC പറഞ്ഞ വണ്ടിയാ. എല്ലാം ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ അല്ല. VXI ആണ്. മൈലേജ് എത്ര കിട്ടും അതില്? ഒരു 14 ടു അത്ര പ്രതീക്ഷിക്കാം. വൈറ്റ് എങ്ങനെയായിരുന്നു? വൈറ്റ് 2006 മോഡല്, 2007 രജിസ്റ്റർ ആയിരുന്ന വണ്ടിയാ. 2007 രജിസ്റ്റർഡ്. ഇത് എത്ര മോഡലാ? നമ്മള് ബിസ്ക്കറ്റ് കാണിച്ചേ. ബിസ്ക്കറ്റ് 2005 മോഡൽ. ഇത് 2006 മോഡൽ. 27 ആഗസ്റ്റിൽ പേപ്പർ. 7 രജിസ്റ്റർ ചെയ്തത്. 27 ആഗസ്റ്റ് വരെ പേപ്പറിലുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. വണ്ടി ഡീറ്റെയിൽ ഒന്ന്. 2007 വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി. ഓക്കെ, ഇതിലും വരുന്നുണ്ട് അല്ലേ? ഇതും VXI ആണ് ഓപ്ഷൻ വരുന്നത്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇതും മെക്കാനിക് ഫുൾ ഫിറ്റ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഒന്നുമില്ല. ഇല്ലാതെ വണ്ടി അല്ല. എത്ര ഇത് ആസ്ക് ചെയ്യുന്നേ?
ഇത് നമ്മൾ 75 രൂപ ചോദിക്കണ്ട, എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊടുക്കാം. 75 രൂപക്ക് ഒരു വാഗനർ. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ ഒരു 7 സീറ്റ് വാഹനം അല്ലെ? 7 സീറ്റ് വാഹനം. ടാറ്റന്റെ സുമോ ഗോൾഡ് ഒരു റയർ പീസ് ആണ്. ഓക്കെ, ഇത് ഇങ്ങനത്തെ വണ്ടിനോട് കമ്പം കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്ക് പറ്റിയൊരു വാഹനമാണ്. ഇപ്പൊ നിലവില് ടാക്സിയിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോ ടാക്സി പെർമിറ്റിൽ ഓടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പ്രൈവറ്റ് ആക്കാനാണെങ്കിൽ ആൾക്കാർ താല്പര്യം അങ്ങനെയും ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്തു കൊടുക്കും അല്ലെ? എത്രയാണ് വില? ഇത് നമ്മൾ 2 രൂപ ചോദിക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. മോഡൽ എത്ര? 2012 വണ്ടി. 12 വണ്ടി, 27 പേപ്പർ. മാരുതിന്റെ ഇത് ഏതായിരുന്നു? ബലേനോ അല്ലെ? ഓക്കെ, ഇത് പിന്നെ എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2005 വണ്ടിയാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോ, ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ സാധനം? ഈ സാധനമൊക്കെ എവിടുന്ന് കിട്ടിയതാ? ഇതൊക്കെ നമ്മളിങ്ങനെ ചെക്കന്മാരെ താല്പര്യത്തിന് എടുത്തുകൊണ്ടിരണം അല്ല. ഇതിനും ആളുകൾ ചെക്കന്മാർക്കാണ് താല്പര്യം കളിപ്പിക്കാനൊക്കെ. ഇത് സംബന്ധിച്ചല്ലേ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്തുകാണ്ട് നല്ല മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വണ്ടി പൈസ ചെലവാക്കിയ നല്ലൊരു വണ്ടി അല്ലേ? ഓക്കെ, ഇത് ഡീസലോ പെട്രോളാ? ഇത് പെട്രോൾ വണ്ടിയാണ്. എത്ര പേരെ പേപ്പർ പുതിയ? ഇത് പുതിയ പേപ്പർ എടുത്തു കൊടുക്കണം. ഫ്രഷ് പേപ്പർ നിങ്ങൾ എടുത്തു കൊടുക്കും അല്ലേ? ഓക്കെ, ഇതിന്റെ നിലവിലെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്ന വണ്ടി. ഓക്കെ, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഉള്ള വണ്ടി. 2 4 പവർ വിൻഡോ? ഇത് 4 ഡോർ അല്ലല്ല, 4 ഡോർ പവർ വിൻഡോ. ഓ, എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ടോട്ടൽ ലോസ് ഒന്നുമില്ല അല്ല? ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര കൊടുക്ക ഇത്? ഇത് നമ്മള് 1.40 നമ്മള് ഫ്രഷ് പേപ്പർ എടുത്ത് കൊടുക്കാം. 1.40 പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം അല്ലെ? ഓക്കെ, ശരി. ഇവിടെ ഒരു 7 സീറ്റ് വാഹനമാണ്, ടവേരയാണ്. ടവേര പിന്നെ എല്ലാ ആളുകളും അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടിയാണ്. ഇവിടെ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോ ഒരു 4 പീസ് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ പോയോ? ബാക്കിയൊക്കെ പോയില്ലേ? ഇപ്പൊ ഒറ്റ പീസേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2007 വണ്ടിയാണ്. 27 വരെ പേപ്പറുള്ള വണ്ടി. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്ന വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വണ്ടി. ഇത് സെൻട്രൽ എസിയാ സാധാ AC? സാധാ AC തന്നെ. വേറെ ഇടിയും കുത്തൊന്നും ഇല്ലല്ലോ? ഇടിയും കുത്തും മേജർ കാണിച്ചു കൊടുക്കാൻ പോകാൻ പറ്റില്ല. ഇത് എത്ര കൊടുക്കാം ബ്രോ? ഇത് നമ്മളൊരു 1.5 രൂപ ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും കുറച്ച് കൊടുക്കും അല്ലേ? ഈ വെഞ്ചർ? ഇത് ടാറ്റയുടെ 2012 വെഞ്ചർ. ഇതെങ്ങനെയായിരുന്നു? 27 വരെ പേപ്പറുള്ള വണ്ടി. 27 വരെ പേപ്പർ ഉണ്ട്, 2012 മോഡൽ അല്ലേ? ഓക്കെ, ഇതും അതേപോലെ തന്നെ ഈ സെയിൽസ് ട്രിപ്പിനൊക്കെ പറ്റിയതല്ലേ? സെയിൽസ് ട്രിപ്പിനൊക്കെ പറ്റിയ വണ്ടി. ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. എത്ര മൈലേജ് കിട്ടും? എങ്ങനെ 14 കിലോമീറ്റർ 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി. ഓക്കെ, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല, ഇടികുത്തൊന്നും ഇല്ലല്ലോ? ഇല്ല. ടാറ്റന്റെ വെഞ്ചർ ആണ്. എത്ര ആസ്കിനെ? ഇത് നമ്മൾ 1.10 ചോദിക്കണം, അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാൻ പറ്റിയ വണ്ടിയാ. കൊടുക്കാൻ പറ്റൂല? ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ട് കാണാൻ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല പുതിയ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തണ്ടി. ഇത് മെക്കാനിക് ഒക്കെ എന്തുപാട്? മെക്കാനിക് ഒക്കെ ഫുള്ളാ. എത്രയാണ് മോഡല്? ഇത് 2007 വണ്ടി, 27 വരെ പേപ്പർ ഉണ്ട്. 27 വരെ പേപ്പർ ഉണ്ട്. വേറെ ഇടിയും കുത്തൊന്നും ഇല്ല. AC ഉണ്ടാവും, AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും അല്ലെ? ഓക്കെ, എത്രയാണ് ആസ്ക് ചെയ്യണേ? നമ്മള് 70,000 രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 70,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കും. എത്ര മോഡൽ പറഞ്ഞ? 2007 വണ്ടി. 2007 വണ്ടി അല്ലേ? 27 പേപ്പർ ഉണ്ട്. പഠിക്കാൻ പറ്റിയ നല്ല സുഖത്തിൽ പഠിക്കാൻ പറ്റിയ വണ്ടിയാ. അതെ, ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന ആൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇവിടെ ഒരു ഹൂണ്ടായിന്റെ ഇതേതായിരുന്നു? വെർണ അല്ല? പഴയ മോഡലിൽ വന്നിട്ടുള്ള വെർണ അല്ല? എത്ര മോഡലാ ഇത്? 2010 വണ്ടിയാണ്. 10 വണ്ടി, പുതിയ പേപ്പറുള്ള വണ്ടിയാ. പുതിയ പേപ്പർ എടുത്തിക്കണ് ഓൾറെഡി. മെക്കാനിക് എന്തുപാട്? മെക്കാനിക് ഒക്കെ ഫുള്ളാ. സീറ്റ് കവേഴ്സ് ഒക്കെ മാറ്റേണ്ടി വരും, കുറച്ച് പഴയതായിക്കണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? 1 സംതിങ് ഓട്ടുണ്ട്. അത്ര ഉണ്ടല്ലേ? ഓക്കെ, എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമ്മള് 1.25 രൂപ കൊടുക്കാം. 1.25 കൊടുക്കാം. ഓക്കെ, വില കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് കൊടുക്കാണ്. ഇവിടെ ഒരു 7 സീറ്റ് വാഹനം മഹീന്ദ്രന്റെ കോണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി. ഡീസൽ കുറച്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2013 മോഡലാണ്. ഓക്കെ, 28 വരെ പേപ്പർ. 28 വരെ പേപ്പറുള്ള വണ്ടി. ഇന്റീരിയർ ഭാഗത്ത് നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുള്ള വണ്ടി ആണെങ്കിലും.
4 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് AC വരുന്ന വാഹനമാണ്. ആ എല്ലാം ഉണ്ടല്ലേ, സെറ്റപ്പ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ്സ് ഒക്കെ ഉണ്ടല്ലോ. അലോയ്സ് ഒക്കെ ഉള്ള വണ്ടി. ഈ ടയറൊക്കെ മാറ്റേണ്ടി വരും, പഴയതായിക്കണേ. ഇത് എത്രയാണ് ആസ്ക് ചെയ്യണേ? ഇത് 2.65 ചോദിക്കണം. അതിലെന്തായാലും നമ്മൾ മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ്. കൊടുക്കല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഒരു ലക്ഷറി വണ്ടി, അതും 7 സീറ്റ് വണ്ടി. ഷവർലൈറ്റിന്റെ ക്യാപ്റ്റീവ അല്ല? എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? മോഡൽ 2008 മോഡലാണ്. 28 വരെ പേപ്പർ ഉണ്ട്. 8 വണ്ടി. 28 വരെ പേപ്പർ ഉണ്ട് അല്ല? ഓ, കാണാൻ തന്നെ ഒരു ഫോർച്യൂണറിന്റെ ലുക്ക് ആണ് അല്ലേ? ഓക്കെ, എത്ര ഓട്ടം ഉണ്ടോ വണ്ടി? ഇത് ഒന്നിന്റെ അടുത്ത് ഓട്ടുണ്ട്. ഒന്നിന്റെ അടുത്താ ഒന്നിന്റെ പുറത്താ? ഒന്നിന്റെ അടുത്തല്ലേ? മെക്കാനിക് എന്തുവാട്? മെക്കാനിക് സൂപ്പറാണ് അല്ലേ? ഓ, കാണാൻ ഭയങ്കര ലുക്കാണ് കേട്ടോ. എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത് ഇത്? AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മിറർ ഫോൾഡിങ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് അലോയ്സ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി ഇപ്പൊ റീസെന്റ് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടാവൂല്ലേ? പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല? ഒരു പ്രശ്നമില്ല. എടുക്കുന്ന ആൾക്ക് ഇപ്പൊ ചെറിയ ചില്ലറ പണി ഉണ്ടാവും. വേറെ വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നോക്കുന്നവര് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിക്കോ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ? എത്ര കൊടുക്കത്? നമുക്കൊരു 3 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപക്ക് ഒരു 7 സീറ്റ് വണ്ടി. സ്കൂട്ടർ എടുക്കുന്ന പൈസ അല്ല? ഒരു നാനോ കാറാണ്. AC ഉണ്ടാവും, അതുപോലെ തന്നെ 2 ഡോർ പവറിന്റെ ഉണ്ടാവൂല. ഒരു മഞ്ഞക്കിളിയാണ്. എത്ര മോഡലായിരുന്നു? ഇത് 2011 വണ്ടി. 11 വണ്ടി. പേപ്പർ കാര്യങ്ങളൊക്കെ? ഇത് പേപ്പറും കാര്യങ്ങളും 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരണുണ്ട്. ബട്ടൺ സ്റ്റാർട്ടാ ഇതിലാ? ബട്ടൺ സ്റ്റാർട്ട് പുറത്തുനിന്ന് ചെയ്തതാ. ഓക്കെ, പുറത്തുനിന്ന് ചെയ്തതാണ്. അതാ ഞാൻ ചോദിക്കുന്നത്, കമ്പനി ബട്ടൺ സ്റ്റാർട്ട് എവിടെ? കമ്പനി ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. ഇത് ഉണ്ടാക്കിയതാണ്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാക്കിയ. ഓക്കെ, വണ്ടി വേറെ മേജർ ആക്സിഡന്റും ഒന്നുമില്ല അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് ഒരു 45 രൂപ ചോദിക്കണം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 45 രൂപ ചോദിക്കുന്നുണ്ട്. വില കുറയോ കേട്ടോ? ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ. വീണ്ടും ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനം ZenST-ലോ. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, പവർ വിൻഡോസും വരും. പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. എത്ര മോഡലാ ഇത്? 2007 മോഡല്. 2007 മോഡലാ? 7 മോഡലാണ് അല്ല? ഓക്കെ, 27 വരെ പേപ്പർ ഉണ്ടാവും അല്ല? 27 വരെ പേപ്പർ ഉണ്ട്. ഇത് മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇടിമുത്തൊന്നുമില്ല. വണ്ടി മിയാമിയ അല്ല? ഓക്കെ, എത്ര ആസ്ക് ചെയ്യണേ? 70,000 രൂപ ചോദിക്കണ്ടേ? എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 70 ചോദിക്കുന്നത്, കുറച്ച് കൊടുക്കാം അല്ല? ഓക്കെ, ആളുകൾ വരട്ടെ. നല്ല ഖിദ്മത്തിന്റെ ഒരു 7 സീറ്റ് വണ്ടി, അതും മാരുതിന്റെ എർട്ടിഗ ആണ് നിങ്ങളെ കാണിക്കുന്നത്. മോഡൽ കൂടിയ വണ്ടി അല്ലേ? എത്രയാണ് മോഡൽ? 15 വണ്ടിയാണ്. ഡീസൽ ആണല്ലോ? ഡീസൽ വണ്ടി. ഓക്കെ, ഓപ്ഷൻ പിന്നെ ഏതാ? VDI. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് കാണാൻ കുറച്ച് വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. ഒരു ഗ്രേ കളർ വന്നിട്ടുള്ള ഒരു വാഹനം. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഒന്ന് ഇന്ത്യൻ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഓ, സൂപ്പറാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് എത്രയാണ് ബ്രോ ആസ്ക് ചെയ്യുന്നത്? ഇത് 4.25 രൂപ ചോദിക്കണ്ട. എന്തായാലും കുറച്ച് കൊടുക്കാം. 4.25 ചോദിക്കുന്നുണ്ട്. അതും 2015 ഡീസൽ വണ്ടി. 15 ഡീസൽ വണ്ടി. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്കൊരു 7 സീറ്റ് വണ്ടി കാണിച്ചു കൊടുക്കാം. മഹീന്ദ്രന്റെ കോണ്ടോ ഇവിടെ 2 പീസ്. നേരത്തെ ഒന്ന് ഇതും ഡീസൽ ആണ്. ഡീസൽ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2012 വണ്ടി. 12 വണ്ടി. ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയ വണ്ടിയാ. ഇത് 4 പുത്തൻ ടയറാണല്ലോ അല്ലേ? 4 പുത്തൻ ടയർ. ഓക്കെ, ഇന്ത്യയുടെ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ 4 ഡോർ പവർ. വണ്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല, വൃത്തിയുണ്ട്. പിന്നെ ഈ മിറർ പൊട്ടിക്കണടാ. വേറെ ചെറിയ ചെറിയ ഈ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അത് എടുക്കുന്ന ആള് വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിക്കോ. എത്രയാണ് ആസ്ക് ചെയ്യണേ? നമ്മള് 2.25 രൂപ ചോദിക്കണ്ട. എന്തിനൊക്കെ കുറച്ച് കൊടുക്കാം. 2012 വണ്ടി. 27 പേപ്പർ ഉണ്ടാവും. 27 പേപ്പർ. അതിന് ചെറിയൊരു വർക്ക് ഉണ്ടായാലും നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലെ? ഓക്കെ. ഇത് ഇവിടെ ഒരു ഫിയറ്റിന്റെ പൂണ്ടോ? ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി. പറഞ്ഞോളി, എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2011 വണ്ടിയാണ്. 11 വണ്ടി. ഒരു കൊല്ലം പേപ്പർ ഉണ്ടാവുമല്ലോ? ഒരു 5-6 മാസം പേപ്പർ ഉണ്ട്. നമ്മളെ പുതിയ പേപ്പർ എടുത്തിട്ട് 1.5 രൂപക്ക് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തിട്ട് 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. അതും
ഈ സ്വിഫ്റ്റ് കാറിന്റെ എഞ്ചിൻ വരുന്ന ഒരു വാഹനം എഞ്ചിൻ വണ്ടിയാണ്. ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹാച്ച് ബാക്ക് വണ്ടി. അതെ, ഒരു ടെൻഷനും വേണ്ട. 4 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, AC ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണല്ലോ. എല്ലാ സെറ്റപ്പ് ഉണ്ട്. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഹൂണ്ടൈന്റെ i10 ഇതെങ്ങനെയായിരുന്നു? ഇത് 2013 മാനുവൽ ഓട്ടോമാറ്റിക് മാനുവൽ അല്ലേ? 2013 വണ്ടി. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും അല്ലേ? ഓക്കെ. വണ്ടി റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല. ഇത് എത്ര കൊടുക്കാം? ഓട്ടം എത്രയുണ്ട്? ഇത് ഓട്ടം 1 സംതിങ് ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു 1.25 ചോദിക്കുന്നതിലൊക്കെ കുറച്ച് കൊടുക്കാം അല്ലേ? ഒരു കിഡിലൻ മാരുതിന്റെ ഈക്കോ. ഇത് 5 സീറ്റാ 7 സീറ്റാ? 7 സീറ്റ്, LPG, AC വരുന്ന വണ്ടി. LPG AC വരുന്ന വണ്ടി, അതും LPG ആണ്. LPG വണ്ടി. ഓക്കെ. എത്ര മോഡലാ? ഇത് 2011 വണ്ടി. 11 വണ്ടിയാണ്. ഓക്കെ. വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫുള്ളാണല്ലോ. കാണാൻ കുറച്ച് വൃത്തിയുണ്ട്. വൃത്തിയുള്ള വണ്ടി. ഇത് പേപ്പർ എത്ര വരെയുള്ള? പേപ്പർ 26 ലാസ്റ്റ് വരെ ഉണ്ട് അല്ലേ? ഓക്കെ. 5 സീറ്റ് അല്ല, സോറി 7 സീറ്റ് LPG വരുന്ന വണ്ടി അല്ല? എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 1.65 ചോദിക്കണം, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം അല്ല? ഇവിടെ ഒരു ആൾട്ടോ കാർ, ACയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. ഓപ്ഷൻ വരുന്ന LXi അല്ലേ? LXi. എത്ര മോഡലാ? ഇത് 2011 വണ്ടിയാണ്. നമ്മൾ പേപ്പർ എടുത്തിട്ട് 1.20 ചോദിക്കണം, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. പേപ്പർ എടുത്തിട്ട് 1.20 കൊടുക്കും അല്ലേ? ഓക്കെ. ഇപ്പൊ 2011 വണ്ടിയാണ്. ഇനിയിപ്പോ ഒരു 6 മാസം സമയം ഉണ്ടാവുമല്ലോ അല്ലേ? ഡീസലില് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല? അതും ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാം. ഫോർഡിന്റെ ഫിയസ്റ്റ. എത്രയാണ് മോഡൽ? ഇത് 2006 വണ്ടിയാണ്. 6 വണ്ടിയാണ്. ഓക്കെ. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 26 വരെ. 26 വരെ പേപ്പർ ഉണ്ട്. അതായത് 26 വെച്ചാൽ 26 തന്നെയല്ലേ? 5-6 മാസം ഉണ്ടാവും അല്ലെ? 5-6 മാസം ഉണ്ട്. വേറെ ഇടിയും കുത്തൊന്നുമില്ല. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്കൊരു 75 രൂപ കൊടുക്കാം. 75,000 രൂപക്ക് ഒരു ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ. അതും ഫോർഡിന്റെ ഫിയസ്റ്റ. ഓക്കെ. സെഡാൻ ആണ്. സെഡാൻ വണ്ടിയാണ്. അതെ.